ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് ലാൽ. നമ്മളെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ഫിഷ് ഫ്രൈ. വെജിറ്റബിൾ ഫിഷ് ഇല്ല, പൊട്ടറ്റോ വെച്ചിട്ട് ഫിഷ് ഫ്രൈ പോലെ. അപ്പൊ ആർക്കും മീൻ പറഞ്ഞോണ്ട് മീൻ വാങ്ങാനൊന്നും കാശില്ലല്ലോ, കാരണം മീൻ കിട്ടാനുമില്ല. അപ്പൊ വെജിറ്റബിൾ ഫിഷ് ഫ്രൈ അതാണ് നമ്മൾ പേരിട്ടേക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉരുളൻകിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യണത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിത് രണ്ടെണ്ണം മതി. രണ്ട് ഉരുളൻകിഴങ്ങ് നല്ല വലുത് നോക്കി എടുക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിഷിന്റെ ഒരു വലിപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വലുത് നോക്കി എടുക്കണം, ചെറുതെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ആദ്യം തന്നെ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് രണ്ടെണ്ണം നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇത് മീനിന്റെ ഷേപ്പിൽ കട്ട് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യട്ടാ, ഇങ്ങനെ കട്ട് ചെയ്താലേ കറക്റ്റ് ആവത്തുള്ളൂ. ഇതൊന്നും കൂടി നമുക്കിത് ഇങ്ങനെ ഇത്തിരി കനം ഉണ്ടായാലും കുഴപ്പമില്ല, അധികം കനം പാടില്ല, വേവില്ല. ഇതേപോലൊരു 4 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇടുക. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, നമ്മൾ മീൻ ഫ്രൈ ചെയ്യണ അതേ മസാല തന്നെ ഉണ്ട്. മുളക് പൊടി എടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടുതലുണ്ട്, ഒരു ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു ചെറുനാരയും കൂടി പിഴിഞ്ഞ് വെച്ചാൽ മസാലയായി. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, ഫിഷിന്റെ സെയിം മസാലയാണ്. നമുക്കിത് ഓരോ ഉരുളൻകിഴങ്ങും എടുക്കുക, അതിന്റെ മുകളിൽ ഇതേപോലെ തന്നെ നമ്മളാ മീനിന് മസാല വരുന്നോണ്ട് തന്നെ ഉരുളൻകിഴങ്ങുമ്പോ നന്നായിട്ട് പരട്ടി പിടിപ്പിക്കുക. അതേപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എല്ലാത്തും. വെള്ളം പോരായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് എടുക്കട്ടെ, കാരണം ഇതുമ്പോ ഭയങ്കര സ്മൂത്ത് അല്ലേ, ഗ്ലോസി ആണ്. അപ്പൊ മസാല പിടിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ആ ഉരുളക്കിഴങ്ങ് ശരിക്കും നമ്മൾ മറ്റേ നെയ്മീനൊക്കെ ഇങ്ങനെ മസാല വരട്ടി വെച്ചിട്ട് തന്നെ വെച്ചിരുന്നു. 2 പീസ് എടുത്തിട്ടുണ്ട് നമ്മള്, 2 പീസ് മതി. നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിത് ഇത് വറക്കാനുള്ളത്, ഉരുളക്കിഴങ്ങ് വറക്കാനുള്ള ചട്ടി നമുക്ക് വെക്കാം. ചട്ടി ചൂടായിട്ടിട്ട് അപ്പൊ നമുക്ക് തീ കുറച്ചിടാം, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം. നമ്മളെ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് മസാലയൊക്കെ പരട്ടി വെച്ച ഇതിട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ജസ്റ്റ് മറച്ചിട്ട് കൊടുക്കുക. നമ്മളെ വെജ് ഫിഷ് ഫ്രൈ ഏകദേശം റെഡി ആണ്. സംഭവം സക്സസ് ആണ്, കാരണം ഫിഷിന്റെ അതേ മസാലയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മീൻ വാങ്ങാൻ കാശില്ലെന്നും പറഞ്ഞിട്ട് ചോറിനാണ്ടിരിക്കണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തിന്നാം, സിമ്പിളായിട്ട്. നമ്മളുള്ള ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എടുത്ത് മാറ്റാം അങ്ങോട്ട്. ഇത് നമ്മളുള്ള ഫിഷ് ഫ്രൈ അല്ല,
വെജാണ് കണ്ട. ഓക്കെ, ശരിക്കും നമ്മളെ നെയ്മീൻ വറുത്ത ആ ഒരു ടെക്സ്ചറാണ് ഇട്ട് കിട്ടിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂട് 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 ചേട്ടാ. ഒടുക്കത്തെ ടേസ്റ്റാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഡൈലി ടേസ്റ്റ് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നോക്കിയത് നിങ്ങള് നെയ്മീൻ ഫ്രൈയിനകത്തെ ഫ്ലേവറും ടെക്സ്ചറും, ഫ്ലേവർ ഇല്ല ടെക്സ്ചർ, ടേസ്റ്റ് നമ്മൾ ഈ പറഞ്ഞിട്ട് പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസിന്റെ ഒക്കെ ടേസ്റ്റ്, ഒരു സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ്. പക്ഷെ ഇത് കൂടി ചോറിന അടിപൊളിയായിട്ട്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ എന്തായാലും കാണണം. അതുവരേക്കും ഗുഡ് ബൈ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ, അത് മറക്കരുത്.